വൈവിധ്യ കാഴ്ചകൾ ഒരുക്കി സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേള. എറണാകുളം മറൈൻ ഡ്രൈവിൽ നടക്കുന്ന മേളയിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത്. മേള നാളെ സമാപിക്കും. മലയാള നാടിന്റെ തനിമ നിറഞ്ഞ മനോഹര കാഴ്ചകൾ, കാലത്തിന്റെ കുത്തൊഴുക്കിൽ കൈമോശം വരാത്ത കാർഷിക സമൃദ്ധി, നന്മകൾ നിറഞ്ഞു തുളുമ്പുന്ന ഗ്രാമീണ സൗന്ദര്യം, അഴകോടെ ദൈവത്തിന്റെ സ്വന്തം നാട്. എന്റെ കേരളം എത്ര സുന്ദരം! അത്ര പ്രൗഢിയോടെയാണ് മലകളും കുന്നുകളും നിറഞ്ഞ മലയാള നാടിനെ വിനോദസഞ്ചാര വകുപ്പ് ഒരുക്കി വെച്ചിരിക്കുന്നത്. വിരലിൽ വിരിയുന്ന വിസ്മയം പോലെ കളിമൺ ശില്പനിർമ്മാണം. നാടു നീങ്ങുന്ന തൊഴിലിനെ ഹൃദയത്തോട് ചേർത്തവർ ഓലമേഞ്ഞ വീടിന് മുന്നിലിരുന്ന് ശരവേഗത്തിൽ നിർമ്മിക്കുന്നു കരവിരുതിന്റെ കളിമൺ സൃഷ്ടികളെ. കാണികൾക്കും ഈ തൊഴിലിനെ അടുത്തറിയാൻ ആകർഷിക്കുന്ന രീതിയിൽ നല്ല സന്തോഷമുണ്ട്. കാരണം ഇത് അന്യം നിന്ന് പോയി. ഇതിപ്പോൾ നിലവിൽ ഇത് വെച്ച് ചെയ്യാൻ ആരും ഇല്ല. എന്നെ പോലെ രണ്ടോ മൂന്നോ ആൾക്കാരേ ഉള്ളൂ. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു സന്തോഷം. 194 തീം സർവീസ് സ്റ്റാളുകൾ, 82 കൊമേഴ്സ്യൽ സ്റ്റാളുകൾ, അങ്ങനെ ആകെ ശീതീകരിച്ച 276ലധികം സ്റ്റാളുകളാണ് എറണാകുളം മറൈൻ ഡ്രൈവിൽ കാഴ്ചയുടെയും അറിവിന്റെയും വിപണനത്തിന്റെയും സാധ്യതകൾ തുറന്നിട്ടിരിക്കുന്നത്. സർക്കാർ വകുപ്പുകളുടെ സേവനങ്ങൾ, പദ്ധതികൾ എന്നിവയെക്കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ സ്റ്റാളിലുണ്ട്. ജയിലിന്റെ മാതൃക, തോക്കുകളെ അടുത്തറിയാനുള്ള അവസരം, കുട്ടികൾ നിറയുന്ന കളിക്കളങ്ങൾ, വൈവിധ്യം നിറഞ്ഞ കൃഷികൾ, കുടുംബശ്രീയുടെ തനിനാടൻ കൊതിയൂറും രുചികളും മേളയെ സമ്പന്നമാക്കുന്നു. ഒരപകടം മുന്നിൽ കണ്ടാൽ സ്വീകരിക്കേണ്ട രക്ഷാപ്രവർത്തന മാതൃകകൾ, ഏറ്റവും വിലപ്പെട്ട ജീവൻ നമുക്ക് എങ്ങനെ രക്ഷിക്കാൻ സാധിക്കും, മേളയിൽ വരുന്നവർക്ക് പറഞ്ഞു നൽകുന്നു അഗ്നിശമന സേന. അപ്പോൾ CPR എങ്ങനെ കൊടുക്കണം, ഏത് വിധത്തിൽ കൊടുക്കണം, ഏത് രീതിയിൽ കൊടുക്കണം, അതെല്ലാം വ്യക്തമായി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ചോക്കിങ് വന്ന ഭക്ഷണ പദാർത്ഥം തൊണ്ടയിൽ കുടുങ്ങി ബുദ്ധിമുട്ട് വരുന്ന ഒരാളെ ആ സമയത്ത് എങ്ങനെ രക്ഷിക്കണം എന്നതിനെക്കുറിച്ചും വ്യക്തമായിട്ട് തന്നെ ഇവിടെ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അത്യാഹിതമുണ്ടായാൽ താൽക്കാലിക രക്ഷാ സംവിധാനത്തിലൂടെ എങ്ങനെ പേടികൂടാതെ രക്ഷപ്പെടാമെന്നും ഇവർ കാണിച്ചു തരുന്നു. വരുന്നവരോട് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും, ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതുപോലെ ഇത്രയും പേർക്ക് ഹെൽമെറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ അതിലൊരു ധൈര്യം, അവർക്കൊന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോകാനുള്ളൊരു ധൈര്യം കിട്ടുക എന്നുള്ളതാണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാടിന്റെ മക്കളുടെ തനതുൽപ്പന്നങ്ങൾ അത് ഇടനിലക്കാരില്ലാതെ വിൽപ്പന നടത്തുന്നു ഇവിടെ. നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് തന്നെ നേരിട്ട് വിറ്റഴിക്കാവുന്നൊരു അവസരമാണിത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾക്കൊരു ഗുണമുണ്ടാകും. അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു ഗുണമാണ് വരുന്നത് അവർക്ക്. മികച്ച പ്രതികരണമാണ് കാണാനെത്തുന്ന ആളുകളിൽ നിന്നും സംരംഭകർക്ക് ഉണ്ടാകുന്നത്. നമുക്ക് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കൂടുതലാണ് കിട്ടുന്നത്. കാരണം ഇങ്ങനെ സ്റ്റാളിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു അവയർനെസ് കൂടിയാണ് ഇങ്ങനെ. വിപണിയിലേക്ക് ഇടനിലക്കാരില്ലാതെ സ്വന്തം നിർമ്മിതികൾ എത്തിക്കാൻ സംരംഭകർക്ക് സാധിക്കുന്നു. നല്ലൊരു പ്രതികരണമാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമ്മൾ മില്ലറ്റ്സിൻ്റെ പൗഡേഴ്സും പ്രൊഡക്റ്റുകളാണ്. കമ്പനിയുടെ പേര് സോജിസ് ഫാംസ് എന്നാണ് ബ്രാൻഡ് നെയിം വരുന്നത്. ഹെറിറ്റേജ് എന്നാണ് കമ്പനി പേര്. കാർഷിക വകുപ്പിൻ്റെ സഹകരണത്തോടുകൂടി നമുക്കൊരു സ്റ്റാള് കിട്ടിയിട്ടുണ്ട്. ജനത്തിരക്ക് വരുന്നുണ്ട്. നല്ല രീതിയിൽ സെയിൽ ചെയ്യാനും നമുക്ക് പറ്റുന്നുണ്ട്. എന്റെ കേരളം പ്രദർശന വിപണന മേള നാളെ സമാപിക്കും. വാണിജ്യ വ്യവസായ നഗരം മേളയെ സ്വീകരിച്ച സന്തോഷത്തിലാണ് സംഘാടകരും. ജനം, കൊച്ചി.